കൂടുതൽ കക്ഷികളെ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കുകയാണ് വേണ്ടത്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളില്ലെന്നും സംസ്ഥാന സമിതി യോഗത്തിൽ രാജഗോപാൽ പറഞ്ഞു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് പോലും തന്നെ പിന്തുണച്ച കാര്യം മറക്കരുത്. ദേശീയ തലത്തിൽ അനുകൂല സാഹചര്യമുള്ളപ്പോൾ സംസ്ഥാന നേതാക്കൾ വഴിമുടക്കികളാകരുതെന്നും രാജഗോപാൽ ഓർമ്മിപ്പിച്ചു. ഭൂരിഭാഗം അംഗങ്ങളും രാജഗോപാലിന്റെ അഭിപ്രായത്തോട് യോജിച്ചപ്പോൾ കെ. സുരേന്ദ്രൻ മുരളീധരനെ അനുകൂലിച്ച് രംഗത്തെത്തി. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്നും കെ.എം. മാണി യു.ഡി.എഫ് വിട്ടുവന്നാൽ അപ്പോൾ ചർച്ചയാകാമെന്നും വി. മുരളീധരൻ തൃശൂരിൽ പറഞ്ഞു. ഈ അടവ് നയം എന്നുള്ളത് ആരുടെ അടവ് എന്നാണ്? കെ.എം. മാണിയുടെ അടവിൽ ബി.ജെ.പി ചെല്ലേണ്ട ആവശ്യമില്ല. ബി.ജെ.പിയുടെ അടവിൽ കെ.എം. മാണി വരുന്ന സമയത്ത് അപ്പോൾ ആലോചിക്കാം. അടവ് നയം എന്ന് പറഞ്ഞാൽ ആളുകളെ ഉൾപ്പെടുത്തൽ മാത്രമല്ല, ചില ആളുകളെ ഒഴിവാക്കലും അടവാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നിലപാടുമായി യോജിക്കുന്ന ആരുമായും ചേർന്ന് മത്സരിക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. മുരളീധരനുമായി വിയോജിക്കുന്ന ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രൻ, ശ്രീധരൻ പിള്ള, പി.കെ. കൃഷ്ണദാസ് എന്നിവർ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. പാർട്ടി ആവശ്യാർത്ഥം ഇവർ ഡൽഹിയിലാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മീഡിയ 1 തൃശൂർ.